ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല, തുണിയൊക്കെ അലക്കി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ലീവിന് പോയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ പോയി കുറേ ദിവസം മാമ്പഴ പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് തന്നെ വെച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചോറിന്. അപ്പോൾ കുറേ മാങ്ങയുണ്ട് കേട്ടോ. പിന്നെ അത് കടുകൊക്കെ താളിച്ച് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറേ ചായാമൻസ ചീര, എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, നല്ല വൈറ്റമിൻസ് ഉള്ള ഒരു ചീരയാണ്. ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ക്യാൻസർ വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ചീരയാട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പണ്ട് നാട്ടിൽ പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ പപ്പ ഇവിടുന്ന് അതിൻ്റെ കൊമ്പൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പം നിറയെ ഉണ്ടായിട്ടുണ്ടല്ല. അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ പറിച്ച് കഴുകി കൊണ്ടുവന്ന് അരിയാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇല മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ കട്ടൊക്കെ ഉണ്ട്. ഒരു 10-20 മിനിറ്റ് ഇത് ചെറു തീയിലിട്ടിട്ട് വേവിക്കണം. അതിൻ്റേതായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. നമുക്ക് ഒരു 20 മിനിറ്റ് വേവുണ്ട് ഈ ഇലയ്ക്ക്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഞാൻ മാറ്റിയെടുക്കാം കേട്ടോ. ഇല മാത്രം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ കപ്പേൻ്റെയൊക്കെ ഇല പോലെയുള്ളൊരു ഇലയാണ് കേട്ടോ. അത് പിടിച്ചാൽ നിറയെ ഉണ്ടാവും. പിടിച്ച് കിട്ടാൻ ഇത്തിരി പാടാണ്. ഞാൻ പാലക്കാട് കൊണ്ട് നട്ടിട്ടുണ്ട്, ചെറുതായിട്ടത് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വിഷമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാട്ടോ ഇങ്ങനെയുള്ള ചീരകളും ഇലകളും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ. എനിക്കിതൊക്കെ ഇഷ്ടമാട്ടോ. എൻ്റെ വീട്ടിൽ പോയാൽ അവിടെ അധികവും നമ്മുടെ പറമ്പിലുണ്ടാകുന്ന സാധനങ്ങളാണ് കറി വയ്ക്കാനായിട്ട് എടുക്കാറുള്ളത്. കടയിൽ നിന്ന് അങ്ങനെ അധികം വാങ്ങാറില്ല. എന്താ വെച്ചാൽ നിറയെ വിഷമൊക്കെ ഇട്ടിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ അത് കഴിക്കുക തന്നെ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. എല്ലാത്തിലും വിഷമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കത്തിയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമുക്കത് അരിഞ്ഞെടുക്കണം. അപ്പോൾ അവിടെ നിന്നെല്ലാം ഞാൻ എണീറ്റ് ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അരിയാണ്. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് വേണം നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും നേരം മഴയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ രാവിലെ ഇത്തിരി വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണിയെല്ലാം എടുത്ത് ഉള്ളിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് തണ്ടെല്ലാം കളഞ്ഞ് ഒരു പണിയാട്ടോ ഇതൊക്കെ. ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കണം എന്നുള്ളവർ അതൊക്കെ ചെയ്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. മടിയുള്ളവർക്ക് ഇതൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്, നീളമുള്ള പച്ചമുളക്. നല്ല ടേസ്റ്റാട്ടോ നീളമുള്ള പച്ചമുളക്. നമ്മൾ ഉരുണ്ട പച്ചമുളകിനെക്കാട്ടിലും എനിക്ക് അരിയാനും ഒക്കെ ഇഷ്ടം നീളമുള്ള പച്ചമുളകാണ്. പക്ഷെ പാലക്കാടൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തോരന് ഇതിലേക്ക് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ്. മുഴുവൻ ഇടില്ല, കുറച്ചേ ഇടുള്ളൂ. അപ്പോൾ നമ്മുടെ ചായാമൻസ ചീര മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം കഴുകി വെച്ചതാട്ടോ. ഈ മുറം നിറച്ചുണ്ട്, പക്ഷെ വെന്ത് വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല. ഇനി നമുക്ക് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടുണ്ട്, വെല്ലുള്ളി അരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കിത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനത് വയ്ക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ആ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ തോരൻ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട്
അല്ലാണ്ട് നമ്മൾ ഒന്നിച്ചരിഞ്ഞിട്ട് അങ്ങനെയും വെക്കും, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിൽ ഇത്രയും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ രീതിയിൽ വഴറ്റിയിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാനതിലേക്ക് ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചീര ഒന്ന് ഒരുവിധം വെന്ത് വന്നപ്പോൾ ഞാനതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഈ ചായാമൻസ ചീരയുടെ ഒരു പ്രത്യേകതയാണ്, ഇത്തിരി വേവ് കൂടുതലാണ്. അപ്പോൾ ആ വേവ് കുറയുമ്പോൾ നമുക്ക് വയറ്റിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് മത്തി വറുത്തതുണ്ട്. ഇപ്പോൾ രാവിലെ വാങ്ങിയ മത്തിയാണ്, അതും കൂടി നമുക്ക് വറുത്തെടുക്കണം. അപ്പം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ്. മാമ്പഴ പുളിശ്ശേരിയും മത്തി വറുത്തതും ചായാമൻസ ചീര തോരനും ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഞാനിതാ ടേബിളിൽ വന്നിരുന്നു കേട്ടോ. എൻ്റെ ഇപ്പുറത്തെ പിള്ളേരും പപ്പയും മമ്മിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയാണ് സൂപ്പറായിട്ടുള്ളത്. ചീരത്തോരന് അതിൽ ഏറെ സൂപ്പർ. പിന്നെ മത്തി വറുത്തതും നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. നന്നായി കഴിച്ചു. അപ്പോൾ എവിടെ നിന്നൊക്കെ ആഹാരം കഴിച്ചാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്താണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല. എനിക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.